പാഠം 770. ഒരു ഭയങ്കര വഴക്കിന്റെ കഥ. ബന്ധുക്കൾ തമ്മിലുണ്ടായ രൂക്ഷമായ വഴക്കിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അടുത്ത ബന്ധുക്കൾ തമ്മിൽ നിസ്സാരമായ കാര്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലും പിന്നീട് കൊലപാതകത്തിലും കലാശിച്ചത്. കൊല ചെയ്തയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കഷ്ടം. അടുത്ത ബന്ധുക്കൾ തമ്മിൽ വഴക്കുണ്ടാവും. വഴക്ക് മൂത്ത് സംഗതി കൊലപാതകം വരെ ആവും. നമ്മുടെ നാടിന്റെ പോക്കത് എങ്ങോട്ടാണോ എന്തോ. മോഹനേട്ടാ, ഇത് കണ്ടോ? അടുത്ത ബന്ധുക്കൾ തമ്മിൽ ഒരു നിസ്സാരമായ കാര്യത്തിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വന്ന് വന്ന് മനുഷ്യർക്ക് ഭ്രാന്തായിരിക്കുക. നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് വഴക്കിടുന്നത്, അത് ബന്ധുക്കൾ തമ്മിൽ. ഒടുവിൽ ചെന്നെത്തിയതോ കൊലപാതകത്തിൽ. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് സമാധാനപരമായി സംസാരിച്ചു തീർക്കാൻ നമ്മൾ പഠിക്കണം. അതെ മോഹനേട്ടാ, ഈ ലോകത്തിലെ എന്ത് പ്രശ്നത്തിനും സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ ആളുകൾ അതൊന്നും ആലോചിക്കില്ല. എല്ലാവർക്കും എന്റെ മോഹനേട്ടനെ പോലെ സമചിത്തത്തോടെ കാര്യങ്ങൾ കാണാൻ പറ്റുമോ? മോഹനേട്ടന് വിദ്യാഭ്യാസമുണ്ട്, അന്തസ്സുള്ള സർക്കാർ ജോലിയുണ്ട്, നാട്ടുകാർ മുഴുവനും മോഹനേട്ടനെ ബഹുമാനിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് മോഹനേട്ടനോ ഒരു ഗാന്ധിയനും. അതുപോലെയാണോ മറ്റുള്ള ആളുകള്? ഞാന് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ നമ്മുടെ ഭാസ്കരമ്മ വിളിച്ചിരുന്നേ. മോഹനേട്ടൻ രാവിലെ ആഫീസിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മാവൻ വിളിച്ചത്. ഭാസ്കരൻ അമ്മാവന്റെ മോള് മല്ലികയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. ആ കല്യാണം പ്രശ്നമാണ്. മോഹനേട്ടാ, ഞാനൊന്ന് പറയട്ടെ. മോഹനേട്ടനും ഭാസ്കരൻ അമ്മാവൻ തമ്മിൽ പണ്ട് വഴക്കുണ്ടായെന്നുള്ളത് നേരെ തന്നെയാ. പക്ഷേ എത്ര കാലമായി തമ്മിലൊന്നും മിണ്ടാതായിട്ട്? ഇനിയെങ്കിലും അതൊന്നും മാറ്റിക്കൂടെ? ഒരിക്കലും മാറ്റില്ല. കുറച്ചു മുന്നേ മോഹനേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ബന്ധുക്കൾ തമ്മിൽ വഴക്കൂടുന്നത് ശരിയല്ല, എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് സമാധാനത്തോടെ തീർക്കണമെന്ന്? മല്ലികയുടെ കല്യാണം അതിനുള്ളൊരു അവസരമായിട്ട് കണ്ടാ മതി. ഇല്ല, കല്യാണം വിളിക്കാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഭാസ്കരൻ അമ്മാവൻ ഇങ്ങോട്ട് വരും. നമുക്ക് ഭാസ്കരൻ അമ്മാവനെ കാര്യമായിട്ടൊന്ന് സൽക്കരിച്ച് നല്ല വർത്താനം പറഞ്ഞു വിടണം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടി മല്ലികയുടെ കല്യാണത്തിൽ ചെല്ലുന്നോടെ പിണക്കം മുഴുവനും മാറും. ഞാൻ ഭാസ്കരൻ അമ്മാവനോട് വഴക്കുണ്ടാക്കിയത് വെറുതെ ഒന്നുമല്ലല്ലോ. നാട്ടുകാരോട് എന്നെ പറ്റി അനാവശ്യം പറഞ്ഞതിനും അത് വിളിച്ചന്വേഷിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചതിനുമാ. അത്തരം സംസ്കാരമില്ലാത്ത ആളുകളുമായി ഒരു ബന്ധുത്വം എനിക്ക് വേണ്ട. കല്യാണം വിളിക്കാനാണെന്നും പറഞ്ഞ് ഭാസ്കരൻ അമ്മാവൻ ഈ വീടിന്റെ പടി ചവിട്ടിയ നീ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വരേണ്ടി വരും. അതുപോലെ ഫോണിലൂടെ കല്യാണം വിളിച്ചാലും ആ കല്യാണത്തിൽ നമ്മൾ പോകുന്നില്ല. ഇതെന്തൊരു വാശിയാ എന്റെ മോനേട്ടാ. വർഷം 2 ഈ വഴക്ക് തുടങ്ങിയിട്ട്. ഇനിയിപ്പൊ എന്തായാലും ആ വഴക്ക് തീർക്കാനുള്ള നേരായി. ഞാനല്ലേ പറയുന്നത്. ഒരു കാര്യം നടക്കില്ല എന്ന് കെ മോഹനകൃഷ്ണൻ സാർ പറഞ്ഞാൽ അത് നടക്കില്ല. മോഹനേട്ടാ, ഞാൻ ഹലോ, സത്യഭാമയല്ലേ? അതെ, ഞാനാ ഭാസ്കരൻ. അമ്മാവ, ഞാനൊരു പ്രധാന കാര്യം പറയാനാ വിളിച്ചേ. ഇന്ന് എനിക്ക് നിങ്ങളുടെ വീടിന് അടുത്ത് വരെ വരേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ അതുവഴി വരാം. ഇന്നോ? അതെ, ഞാനൊരു 5 മണിയാവുമ്പോ അതുവഴി വരാം. 5:45 ബസ് എനിക്ക് തിരിച്ചു പോരേം വേണം. അല്ല അമ്മാവ, ഇന്ന് മോഹനേട്ടൻ ഇന്ന് തിരുവനന്തപുരത്തിന് പോവാ. കല്യാണം വിളിക്കാൻ അടുത്ത ആഴ്ച അമ്മാവൻ വന്നാ മതി. അങ്ങനെ എല്ലാ ദിവസവും വരാൻ പറ്റുമോ? ഇന്ന് എന്തായാലും ഞാൻ അവിടെ വരെ വരുന്നുണ്ട്. മോനേഷ ഇല്ലെങ്കിലും സാരമില്ല. നിന്നെ കണ്ട് കല്യാണക്കാര്യം പറഞ്ഞിട്ട് എനിക്കിഞ്ഞി പോരാമല്ലോ. അല്ല അമ്മാവ, അത് നീ ഒരു തടസ്സവും പറയണ്ട. ഇന്ന് വൈകിട്ട് 5 മണിയാവുമ്പോ ഞാൻ അവിടെ കാണും. ഹലോ ഹലോ, എന്റെ ഈശ്വരാ, ഇതെന്തായാലും പ്രശ്നമാകും. ആരായിരുന്നു?
അല്ല, ഒരു ഒരു കൊലപാതക കേസാ. കൊലപാതക കേസോ? എവിടെ നടന്നതാ? നടന്നിട്ടില്ല, ഉടനെ നടക്കും. ഉടൻ നടക്കൂ? എന്താ, കൊല്ലാൻ പോകുന്ന ആള് വക്കീലിനെ വിളിച്ചു പറഞ്ഞിട്ടാണോ കൊല്ലാൻ പോകുന്നത്? കൊല്ലാൻ പോകുന്ന ആളല്ല, ചാവാൻ പോകുന്ന ആളാണ് ഇപ്പൊ വിളിച്ചത്. പക്ഷെ പ്രശ്നം അതല്ല, ഇതിൽ പെട്ടുപോകാൻ പോകുന്നത് വക്കീലാണ്. നീ എന്തൊക്കെയാ പറയുന്നേ? മോഹനേട്ടാ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് മോഹനേട്ട ശരിക്കും ആലോചിച്ചോ? എന്ത് കാര്യം? ഭാസ്കരനമ്മാവന്റെ കാര്യം. ഭാമേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാസ്കരൻ എന്ന പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന്. നിന്റെ ഭർത്താവായി എന്നെ പറ്റി നാട് നീളെ അനാവശ്യം പറഞ്ഞു നടന്ന ഒരാളെ ന്യായീകരിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ഭാസ്കരനമ്മാവൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മോഹനട്ടാ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നാളെ എത്രയായി മോഹനട്ടാ? അമ്മാവന്റെ വിവരക്കേട് കൊണ്ട് അമ്മാവനൊരു വിഡിത്തം കാണിച്ചു. അത് ക്ഷമിക്കേണ്ട ഉത്തരവാദിത്വം മോഹനട്ടനില്ലേ? ഒന്നുമല്ലേലും മോഹനട്ടൻ ഗാന്ധിയനല്ലേ? ഈ വിഷയത്തിൽ ഞാൻ ഗാന്ധിയനല്ല. ശത്രുവിന്റെ മാറ് പിളർന്ന് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഭീമസേനാണ് ഞാൻ. ഭീമസേനൻ. അയ്യോ അയ്യോ അയ്യോ, അത് വേണ്ട. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഭാസ്കരനമ്മാവൻ ഈ വീടിനകത്ത് കാല് കുത്തിയാൽ അപ്പൊ പിന്നെ മോഹനന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. മോഹനട്ടൻ എനിക്കൊരു സഹായം ചെയ്യോ? കൊറേ സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ട്. വൈകിട്ട് വരുമ്പോ മോഹനട്ടൻ അത് വാങ്ങിച്ചോണ്ട് വരുമോ? ഞാൻ ലിസ്റ്റ് തരാം. ഞാൻ വൈകിട്ട് 5 മണിക്കാണ് ആഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് മാധവൻകുട്ടി കടയിൽ നിന്ന് സാധനവും വാങ്ങി വരുമ്പോ 6 മണിയെങ്കിലും ആകും. അത് തന്നെയാണ് വേണ്ടത്. അല്ല, മാധവൻകുട്ടിയുടെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് എന്ന് ഞാൻ പറയായിരുന്നു. അത്രയും വൈകിയ ബുദ്ധിമുട്ടാ. ഉച്ചയൂണ് കഴിഞ്ഞാൽ ആഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നൊരു ചായ കുടിക്കുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ലെന്ന് നിനക്കറിയാലോ. ആ ചായ 5:15 എനിക്ക് കുടിക്കണം. അപ്പൊ ഞാൻ വിഷം കുടിക്കേണ്ടി വരും. എന്താ? സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ വിഷമാവും എന്ന് ഞാൻ പറയാറ്. ഇറങ്ങുന്നു. സാധനങ്ങൾ വാങ്ങാൻ വേറെ ഏർപ്പാടുണ്ടാക്കാം. ശരി. ഭാസ്കരനമ്മാവൻ ഇന്ന് വന്നാൽ എന്തേലും ഒക്കെ ഇന്ന് നടക്കും. സാറേ നമസ്കാരമുണ്ട് സാറേ. ഞാൻ സാറിനെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ദാമോദര സാറിന്റെ സ്ഥലങ്ങളൊക്കെ സാർ ഇന്നാൾ ചെല്ലാന്ന് പറഞ്ഞിരുന്നല്ലോ. സാറിന് എന്നാണ് സൗകര്യം ഉള്ളതെന്ന് ദാമോദര സാർ ചോദിച്ചു. ദാമോദരൻ സാറിന് സൗകര്യമുള്ളപ്പോ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ തീരുമാനമെടുത്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി സാറേ. ഉത്തമ, എന്ത് സാറേ? ഭാമയ്ക്ക് എന്തോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു നമ്മുടെ മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന്. ഉത്തമന് സമയമുണ്ടെങ്കിൽ അതെന്തോന്ന് വർത്താനം സാറേ? സാറിന് വക്കീലിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലേ ഉള്ളൂ ഉത്തമൻ എന്തും. അത് ഉത്തമൻ എന്നെ സോപ്പിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സോപ്പിടുന്നത് കൊണ്ട് വിശേഷിച്ചെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. സംഭവം ഏറ്റില്ല. എന്താ ജോണിക്കുട്ടി, പണിയെ കഴിയാറായോ? കഴിയാറേ സാറേ. ഹലോ അമ്മായി, ഞാൻ സത്യഭാമയാ, കാന്തല്ലൂരിന്ന്. ഭാസ്കരമ്മാവൻ ഒന്നും കൊടുക്കാമോ? ഇറങ്ങിയോ? ഇത്ര നേരത്തെയോ? എനിക്ക് അമ്മാവന്റെ മൊബൈൽ നമ്പർ ഒന്ന് തരാമോ? ഇല്ലേ? എന്റെ ഈശ്വര, ഒന്നുമില്ല. അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. വക്കീലേ. ഉത്തമൻ. നമസ്കാരം വക്കീലേ. നമസ്കാരം. മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് മോഹനേഷ് സാർ എന്നോട് പറഞ്ഞു. ആ ലിസ്റ്റിംഗ് തിന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ ടപാന്ന് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, ഒന്നും വാങ്ങാനൊന്നുമില്ല ഉത്തമ. ഒരു പ്രതിസന്ധി വന്നപ്പോ അതിനെ രക്ഷപ്പെടാൻ ഞാൻ കണ്ടുപിടിച്ചൊരു നമ്പർ അല്ലേ അത്. പ്രതിസന്ധിയാ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനത് ചുരുക്കി പറയാം.
മോഹനേട്ടന് ഒരു അമ്മാവനുണ്ട്, ഭാസ്കരൻ അമ്മാവൻ. ആളൊരു ഭയങ്കര കുഴപ്പക്കാരന്. അത്യാവശ്യം കള്ളുകൂടിയും വഴക്കുണ്ടാക്കലൊക്കെയാണ് നടക്കുന്നയാളാ. 2 കൊല്ലം മുന്നേ അമ്മാവൻ മോഹനേട്ടനെ പറ്റി നാട്ടുകാരോട് ആരോടോ അനാവശ്യം പറഞ്ഞു. പറഞ്ഞത് വേറൊന്നുമല്ല, മോഹനേട്ടൻ ഭയങ്കര കൈക്കൂലിക്കാരനാണ്, രഹസ്യമായിട്ട് കള്ളുകുടിക്കും എന്നൊക്കെയായിരുന്നു. ഈ കഥ നാട്ടിലാകെ പാട്ടായി. സംഭവം അറിഞ്ഞ് മോഹനേട്ടൻ അമ്മാവനെ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞ് കണ്ണൂട്ടിച്ചു കളഞ്ഞു. അത് വേണം. അതിനുശേഷം ഇതുവരെ അവർ തമ്മിൽ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. അല്ല, ഇപ്പൊ എന്താണ് പ്രശ്നം? അമ്മാവന്റെ മോള് മല്ലികയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇന്നലെ അമ്മാവൻ വിളിച്ച് ഈ ആഴ്ച എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞു. അമ്മാവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയ്യാങ്കളി നടക്കുമെന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ഞാൻ ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തി. പക്ഷെ അത് ഏറ്റില്ല. മോഹനോട് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അമ്മാവൻ വിളിച്ച് ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അതോടെ എന്റെ ചങ്കിടിച്ചു പോയി ഉത്തമ. അമ്മാവൻ 5 മണിക്ക് വരും, 5:20 പോവും. ആ 20 മിനിറ്റ് മോഹനേട്ടൻ ഇവിടുന്ന് ഒന്ന് മാറ്റി നിർത്താനാണ് മാധവൻകുട്ടിയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ പറഞ്ഞു മോഹനേട്ടൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വക്കീലെ, അമ്മാവനെ അങ്ങോട്ട് വിളിച്ച് കാര്യം പറ. വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവൂന്ന് പറ. അമ്മാവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉത്തമ, കയ്യും മൊബൈലും ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കി പറഞ്ഞാ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഉറപ്പായിട്ടും നടക്കും. വക്കീലെ, ഒരു വഴിയുണ്ട്. മോഹനയുടെ സാറിന് 5:20 വരെ അല്ല 6 മണി വരെ ഞാൻ മാറ്റി നിർത്തിക്കോളാം. എങ്ങനെ? സ്റ്റേറ്റ് ബാങ്കിൽ ദാമോദര സാറിന്റെ സ്ഥലം ഇളക്കാൻ സാറ് വരാന്ന് നേരത്തെ പറഞ്ഞിരുന്നേ. ഇന്ന് വിളിച്ച ഇന്ന് തന്നെ സാറ് വരും. 5 മണിക്ക് ആഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഞാൻ സാറിനെ തടയുന്നു. ദാമോദര സാറിന്റെ സ്ഥലം ഇളക്കാൻ കൊണ്ടുപോകുന്നു. അളവ് കഴിയുമ്പോൾ 6 മണി കഴിയുന്നു. അതിനിടയിൽ ഭാസ്കരൻ അമ്മാവൻ വന്ന് കല്യാണം വിളിച്ചിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സംഗതി കൊള്ളാം, പക്ഷെ നടക്കൂ? നടത്തിയിരിക്കും. വക്കീല് ധൈര്യമായിട്ടിരുന്നു. സാറിന് 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ തട്ടിക്കൊണ്ടു പോയിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. സാർ ആഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഹലോ, ആ വിദ്യ, എന്താണ്? അത് കള, നീ അത് ഓർത്ത് വെച്ചോണ്ടിരിക്കണോ? 5 മണിയാകുമ്പോഴേക്ക് എത്തുന്നാണ് അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ 5:20 പോവും. അതുവരെ മോഹനേട്ടനെ ഉത്തമൻ കൈകാര്യം ചെയ്തോളൂ. അയ്യോ, നിന്റെ ആ കരുനാക്ക് വിളിച്ചൊന്നും പറയല്ലേ. അമ്മാവനും മോഹനേട്ടൻ നമ്മെ കണ്ടിട്ടുണ്ടെങ്കിലേ നാളെ മോഹനേട്ടനെ ജാമ്യത്തിലിറക്കാൻ നീ തന്നെ വരേണ്ടി വരും. ശരി, അമ്മാവൻ പോയിട്ട് ഞാൻ വിളിച്ചോളാം. ഭാസ്കരനമ്മാനെ എത്തിയല്ലോ. എന്തൊക്കെയുണ്ട് സത്യഭാമ വിശേഷങ്ങള്? നീ ഇന്ന് കോടതി പോയില്ലേ? പോയിരുന്നു. അമ്മാവൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു അമ്മാവ? മോഹനേട്ടൻ ഇവിടെ ഇല്ലാത്ത ഒരു സങ്കടമായല്ലേ? സാരമില്ല, ഞാൻ ഉച്ചയായപ്പോ ടൗണിൽ വന്നു. 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ 3 മണിയായപ്പോഴേ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അമ്മാവൻ വരൂ, ആദ്യം ഞാനൊരു ചായ എടുക്കാം. അത് കുടിച്ചിട്ട് നമുക്ക് 5:20 വരെ സംസാരിക്കാലോ, അല്ലേ? അതെന്താ ഇത്ര കൃത്യമായി സമയമൊക്കെ നോക്കി വെച്ചേക്കുന്നത്? അല്ല, 5:45 അമ്മാവന്റെ ബസ്. അതിന് പോണമെങ്കിൽ 5:20 തന്നെ ഇവിടുന്ന് അമ്മാവൻ പുറപ്പെടണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അമ്മാവൻ ചെല്ലു, പോയി മുഖമൊക്കെ ഒന്ന് കഴുകുക. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. ഈശ്വരവിലെ ഓഫീസർ, മണി 5:10 ആയുള്ളൂ. ഇതെന്താ മോനോട്ട് ഈ നേരത്തെ വന്നേ? ഉത്തമ കാല് വരില്ലേ ദുഷ്ട. ഇന്നിവിടെ യുദ്ധം നടക്കും. എന്ത് ചെയ്യാം?
മോഹനേട്ടൻ ഇന്നും വരുന്നേക്കാട്ടിലും കുറച്ച് നേരത്തെയാണല്ലോ. ഇതെന്ത് പറ്റി? ആഫീസ് നേരത്തെ ഇറങ്ങിയോ? അതോ ഇന്ന് വരുന്നേക്കാട്ടിൽ സ്പീഡിൽ നടന്നോ? വരുന്ന വഴിക്ക് ഉത്തമനെ കണ്ടില്ലല്ലേ? അല്ലേലും ഉത്തമനെ പോലെ ഒരാളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഉത്തമൻ ചെയ്തില്ലല്ലോ, അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്ന നേരാ. വരാനുള്ളതെല്ലാം വീട്ടിലേക്ക് തന്നെയാണല്ലോ വന്ന് കേറുന്നത്. നീ സംസാരിച്ച പോയി ചായ എടുക്ക്. ചായ തന്നെ വേണോ? നമുക്ക് കുറച്ച് കാപ്പി കുടിച്ചാലോ? അല്ല വേണ്ട, ചായ തന്നെ കുടിക്കാം. വരൂ. ഇതുവഴി എങ്ങോട്ടാ? അടുക്കളയിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഇതിലൂടെ ഉണ്ടല്ലോ, നമുക്ക് അതുവഴി അങ്ങോട്ട് പോകാതല്ലേ നല്ലത്. വരൂ, ഇനി ഒരു ചായ കുടിച്ചിട്ട് മതി മാറ്റി എന്തും. വരൂ. നീ ഇതുവഴി പോയി ചായ എടുക്ക്, ഞാൻ അതുവഴി പോയി കുടം വേഗം വയ്ക്കട്ടെ. അതിനോട് പോകാൻ പറ്റില്ല, അതിനോട് പോകാൻ പാടില്ല. ഇന്നൊരു കൊലപാതകത്തിന് ഞാൻ സാക്ഷി പറയേണ്ടി വരും. അങ്ങനെ എന്നെ തോപ്പിക്കാൻ ആരും കരുതണ്ട, ഞാൻ നാട് വിടൂലോ. ഓ മോഹനേട്ടാ, എനിക്ക് മോഹനേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്ന കാര്യം മോഹനേട്ടൻ വളരെ ക്ഷമയോടെ കേൾക്കണം. മോഹനേട്ടൻ നന്മയെ കരുതിയാണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. അത് ചിലപ്പോ മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എനിക്ക് മനസ്സിലായില്ല. എന്നെ മോഹനേട്ടൻ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അതിനു മുന്നേ മോഹനേട്ടൻ ഉണ്ടായിരുന്ന ബന്ധുക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ. മോഹനേട്ടൻ ഏതെങ്കിലും ബന്ധുക്കളോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് മോഹനേട്ടനല്ലേ? എന്റെ ഏത് ബന്ധുവിനാടാ മോശമായിട്ട് പെരുമാറിയത്? പെരുമാറിയിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഭാസ്കരൻ അമ്മാവന്റെ കാര്യം തന്നെ എടുക്കാം. ഭാസ്കരൻ അമ്മാവൻ മോഹനേട്ടനെ കാണാൻ ഇവിടെ കയറി വന്നിരിക്കട്ടെ. ഭാസ്കരൻ അമ്മാവനോട് മോഹനേട്ടന് ദേഷ്യമുള്ളത് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഭാസ്കരൻ അമ്മാവൻ ഇവിടുന്ന് ഇറക്കി വിടാം. മോഹനേട്ടന് സന്തോഷമാവുകയും ചെയ്യും. പക്ഷേ നാട്ടുകാര് മോഹനേട്ടനെ പറ്റി എന്താ കരുതുക? മോഹനേട്ടനൊരു ചീത്തപ്പേരുണ്ടാവാതെ നോക്കേണ്ടത് ഭാര്യ എന്നുള്ള നിലയിൽ എന്റെ കടമയല്ലേ? അതുകൊണ്ട് ഭാസ്കരൻ അമ്മാവനോട് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കുറച്ചു മുമ്പ് ഇവിടെ വന്ന ഭാസ്കരൻ അമ്മാവൻ ഇവിടെ എവിടെയോ ഇരിപ്പുണ്ട്. അല്ല സത്യഭാമേ, വില്ലേജ് ഓഫീസിൽ വന്ന് എന്നെ കണ്ടിട്ടാ ഭാസ്കരൻ അമ്മാവൻ ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല, 5:45 വണ്ടിക്ക് അമ്മാവൻ തിരിച്ചു പോന്നു. വില്ലേജ് ഓഫീസിൽ പോയി ഇവനെ കണ്ട കാര്യം പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്കും എവള് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാന്ന്. അമ്മാവൻ അന്ന് എന്നെ പറ്റി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദേഷ്യം എല്ലാ കാലത്തും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. രാവിലെ നീ പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നു. ഇത് കുറച്ച് പൈസയുണ്ട്. മല്ലികയുടെ കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. മോഹനേട്ടൻ കൊടുത്താ മതി. അത് വേണ്ട, ഈ പ്രശ്നം തീർക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് നീയല്ലേ, നീ കൊടുത്താ മതി. ഞാൻ ആ ഫോൺ നിർത്തട്ടെ. എനിക്കിപ്പോഴാ സമാധാനമായത്. ഇന്നിവിടെ ഭയങ്കര വഴക്കടക്കൊന്നും ഞാൻ കരുതിയത്. നിന്റെ കൂടല്ലേ കഴിയുന്നത്. അവന്റെ ദേഷ്യമൊക്കെ മാറുകയും ചെയ്യും, സ്നേഹമായി പെരുമാറുകയും ചെയ്യും. അത് നിന്റെ മിടുക്ക. ഞാനിപ്പോ വരാം അമ്മാവാ. ഹലോ ഹലോ ഹലോ. ഈശ്വര, സാറ് വീട്ടിൽ വന്നാ? ഹലോ, ഇത് സത്യഭാമ വക്കീലിന്റെ വീടല്ലേ? അതെ, കൊടുക്കാം. ഹലോ. അയ്യോ വക്കീൽ, ഇത് ഞാനാണ് ഉത്തമായി. അയ്യോ വക്കീൽ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കൃത്യസമയത്ത് എന്നെ മോനയുടെ സാറിനെ കാണാൻ പോയതാണ്. പക്ഷെ വഴിക്ക് വെച്ച് എന്നെ പോലീസ് പിടിച്ചു, ഹെൽമെറ്റ് ഇല്ലാത്തോണ്ട്.
പിഴ അടച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്കും മോഹനേഷ് സാറിനെ കൈവിട്ടുപോയി. സാർ വീട്ടിലെത്തിയല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ അമ്മാവൻ വന്നില്ലേ? വന്നല്ലോ. എന്നിട്ടെന്താ? മോഹനേട്ടന്റെ അമ്മാവൻ മോഹനേട്ടന്റെ വീട്ടിൽ വരുന്നാല് എന്താ ഇത്ര വലിയ സംഭവം? അല്ല വക്കീലെ, സാറും അമ്മാവനും തമ്മിൽ ഉടക്കല്ലേ? അത് ഉത്തമനാണ് തീരുമാനിക്കുന്നത്. ദേവത്തമ്മ, വെറുതെ മോഹനേട്ടനെ പറ്റി വേണ്ടതെന്ന് പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. ആ, മോഹനേട്ടൻ അമ്മാവനും തമ്മിൽ ഒരു പ്രശ്നമില്ല, മനസ്സിലായല്ലോ? ഹലോ ഹലോ. ഉത്തമനായിരുന്നു. ഉത്തമനായിട്ട് എന്താ പ്രശ്നം? അമ്മാവന്റെ കാര്യം ഉത്തമൻ എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ കഥയാ, ഞാൻ പിന്നെ പറയാം. മോഹനേട്ടനെ പറ്റിയുള്ള എന്റെ ചില കണക്കൂട്ടലുണ്ടല്ലോ, അത് തെറ്റിപ്പോയി. അതാ സംഭവം. എന്റെ സാറൊരു ഭയങ്കര സംഭവല്ലേ. അതിഭയങ്കരമായ ഒരു സംഘർഷം പേടിച്ച സത്യഭാമയ്ക്ക് ഇപ്പോഴെങ്കിലും സമാധാനമായി കാണുമെന്ന് ഉറപ്പ്. അല്ലെങ്കിലും മോഹനകൃഷ്ണനെ അത്രമാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നതാണ് സത്യം. പുറമേ ചൂടനാണെങ്കിലും ഉള്ളിൽ പാവമായി ഈ മനുഷ്യന് നന്മകൾ നേർന്ന് ഇന്നത്തേക്ക് വിടാം.